നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനം വിവിധ മേഖലകളിൽ പുരോഗതി കൈവരിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഹായിക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ടായിട്ട് പോലും ചെയ്തില്ല. ലഭിക്കേണ്ടിയിരുന്ന സഹായങ്ങൾ തടസ്സപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി. നരഭോജി കടുവയെ പിടികൂടാൻ വനംവകുപ്പ് അനാസ്ഥ കാണിക്കുന്നുവെന്നാരോപിച്ച് കരുവാരക്കുണ്ടിൽ വാഹനം തടഞ്ഞ് നാട്ടുകാരുടെ പ്രതിഷേധം. 1 മണിക്കൂറിലധികം നേരം പ്രദേശത്ത് സംഘർഷാവസ്ഥയുണ്ടായി. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയിറങ്ങി. പുലിയെ പിടികൂടാൻ നടപടി സ്വീകരിക്കണമെന്ന് നജീബ് കാന്തപുരം MLA. ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിൽ ബുക്ക് ബണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമം. 2 പേർ അറസ്റ്റിൽ. ഒറ്റപ്പാലം സ്വദേശികളായ വിനേഷ്, ഷഹീർ എന്നിവരാണ് അറസ്റ്റിലായത്. മണ്ണാർക്കാട് കുമരംപുത്തൂരിൽ ബീവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സ്ഥലത്ത് ഔട്ട്ലെറ്റ് തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. ഒറ്റപ്പാലത്ത് പോലീസിന്റെ മയക്കുമരുന്ന് വേട്ട. MDMAയുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. ചുരങ്ങാട് സ്വദേശി ഷുഹൈബ്, മായന്നൂർ സ്വദേശി മുഹമ്മദ് ഷമാർ എന്നിവരാണ് അറസ്റ്റിലായത്. വിശദമായ വാർത്തകൾ നോക്കാം. പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനം വിവിധ മേഖലകളിൽ പുരോഗതി കൈവരിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എൻ്റെ കേരളം പരിപാടിയുടെ ഭാഗമായി മലപ്പുറം ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പലവിധ പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനം വിവിധ മേഖലകളിൽ പുരോഗതി കൈവരിച്ചെന്നും 9 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് എൻ്റെ കേരളം പരിപാടിയുടെ സമാപന ദിവസമായ മെയ് 23-ന് ജനങ്ങൾക്ക് മുൻപാകെ സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിപ, ഓക്കി, നൂറ്റാണ്ടിലെ മഹാപ്രളയം, കോവിഡ്, കാലവർഷക്കെടുതി, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ തുടങ്ങി അനേകം പ്രതിസന്ധികളെ സർക്കാർ അതിജീവിച്ചു. ഈ പ്രതിസന്ധികൾക്കിടയിലെല്ലാം സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നെങ്കിലും അതുണ്ടായില്ല. ലഭിക്കേണ്ടിയിരുന്ന സഹായങ്ങൾ തടസ്സപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. എല്ലാ രംഗത്തും ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന രീതിയിലുള്ള പുരോഗമനമാണ് സംസ്ഥാനം കൈവരിച്ചത്. ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും കേന്ദ്ര സർക്കാരിന്റെ നിസ്സഹകരണങ്ങൾക്കിടയിലും ദേശീയതലത്തിൽ തന്നെ മികച്ച അംഗീകാരങ്ങളാണ് സംസ്ഥാനത്തിന് ലഭിച്ചത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ഏറ്റെടുക്കേണ്ടി വന്നതും നടപ്പാക്കേണ്ടി വന്നതും. ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അതിനു പുറമെ ഒരു കാലത്തും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധികൾ ഈ ഘട്ടത്തിൽ നാം നേരിടേണ്ടി വന്നു. നിപ്പയായും ഓക്കിയായും 2018-ലെ നൂറ്റാണ്ടിലെ മഹാപ്രളയമായും 2019-ലെ അതിരൂക്ഷമായ കാലവർഷക്കെടുതിയായും തൊട്ടുപുറകെ വന്ന ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയായി പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ പ്രശ്നങ്ങളും നമുക്കറിയാവുന്നത്. അപ്പം ഇത്തരം പ്രതിസന്ധികളിൽ നമ്മൾ പകച്ചു നിൽക്കുകയല്ല ചെയ്യുന്നത്. അവയ്ക്കാവശ്യമായ പരിഹാര നടപടികൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ, മറ്റിടപെടലുകൾ എല്ലാം നടക്കേണ്ടതുണ്ടായി. ഇതെല്ലാം നിർവഹിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ തോതിലുള്ള സഹായം ലഭ്യമായില്ല എന്നൊരു ഭാഗം പ്രത്യേകം കാണേണ്ടത്. പ്രതിസന്ധി വന്നാൽ ആ നാടിനെ, ആ സംസ്ഥാനത്തെ സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെന്റിനുള്ളതാണ്. അത് ഭരണഘടന തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ അനുഭവം രാജ്യത്തിൻ്റെ മൊത്തം അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായതാണ്. നമുക്ക് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും അർഹമായ സഹായം ലഭിച്ചില്ല. മാത്രമല്ല, സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന രാഷ്ട്രങ്ങളെ അടക്കം
നിരാശപ്പെടുത്തുമാറ് സഹായം സ്വീകരിക്കില്ല എന്ന സമീപനം കേന്ദ്ര ഗവൺമെൻറ് കൈക്കൊള്ളുകയും ചെയ്തു. വിവിധ മേഖലയിലെ നേട്ടങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവരിച്ചു. യോഗത്തിൽ കായിക, ഹജ്ജ്, വഖഫ് കാര്യവകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ, പി സുനീർ MP, MLA-മാരായ ഡോക്ടർ KT ജലീൽ, പി നന്ദകുമാർ, നാഷണൽ ആയുഷ് മിഷൻ ഡയറക്ടർ ഡോക്ടർ D സജിത് ബാബു, മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി, ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. കൺമുന്നിലുണ്ടായിട്ടും കടുവയെ പിടികൂടാൻ വനം വകുപ്പ് കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ കരുവാരക്കുണ്ടിൽ വാഹനം തടഞ്ഞ് നാട്ടുകാരുടെ പ്രതിഷേധം. പാന്ത്രയിൽ വെച്ചാണ് നാട്ടുകാർ വാഹനം തടഞ്ഞത്. 1 മണിക്കൂറിലധികം പ്രദേശത്ത് സംഘർഷാവസ്ഥയുണ്ടായി. ഈ സാധനം കാണുമ്പോ ഈ സാധനം കണ്ടാല് ഓല് വരണേ, എവിടുന്ന് വരണ പോലെ ഇറങ്ങണ ഓരോ ഓഫീസില് 25-30 കിലോമീറ്റർ അപ്പുറത്ത് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ആള് വന്നിട്ട് വേണം ഇതുപോലെ കാണാൻ. അപ്പൊ ഇത് പോകുമോ? ഈ കടുവ ഓലക്കകത്തോടെ നിൽക്കുന്നുണ്ടോ? നടത്തുന്നില്ല. ഇന്നലെ കണ്ട ഫോറസ്റ്റ് കണ്ട സ്ഥലത്ത് നിന്ന് 100 മീറ്റർ ആയപ്പോഴും കണ്ടത്. ആ സ്ഥലത്ത് ഫോറസ്റ്റ് ഓഫീസിൽ ഫോറസ്റ്റുകാർ ഒരു ഉദ്യോഗസ്ഥർ പോലും ഇല്ല. നിൽക്കാൻ നേരില്ല. നമുക്ക് ജീവിക്കാനും മാറ്റണം. നമുക്ക് അത്ര മാത്രമേ നമുക്ക് പ്രശ്നങ്ങളില്ല. നമുക്ക് ജീവിക്കാനും മാറ്റണം. 30 ദിവസം തന്നെ മുന്നോട്ട് പോകും. കാളിക്കാവ് അടയ്ക്കാക്കുണ്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തി ദിവസങ്ങൾക്ക് പിന്നിട്ടും കടുവയെ പിടികൂടാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. നരഭോജി കടുവയെ ഇപ്പോൾ കേരള എസ്റ്റേറ്റ് മേഖലയിൽ നിന്നാണ് കാണുന്നത്. ബുധനാഴ്ച സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ ഉൾപ്പെടെ ദൃശ്യം പതിഞ്ഞിട്ടും തിരച്ചിൽ കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. 60ഓളം വരുന്ന ദൗത്യസംഘവും കുങ്കിയാനുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും എത്തിച്ചിട്ടും കഴിഞ്ഞ ദിവസം കടുവയെ നേരിട്ട് കണ്ടിട്ടും പിടികൂടിയിട്ടില്ല. തോട്ടം തൊഴിലാളികൾ വരുമാനം മുട്ടിയ അവസ്ഥയിലുമാണ്. ഇതേ തുടർന്നാണ് നാട്ടുകാർ വാഹനം തടഞ്ഞത്. തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയിറങ്ങി. നാട്ടുകാർ സ്ഥാപിച്ച CCTV-യിലാണ് പുലി പ്രത്യക്ഷപ്പെട്ടത്. നജീബ് കാന്തപുരം MLA സ്ഥലത്തെത്തി. നിരന്തരം പുലിയെ കാണുന്ന സാഹചര്യത്തിൽ പുലിയെ പിടികൂടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. മണ്ണാർമല മാട് ഭാഗങ്ങളിൽ സ്ഥിരമായി പുലിയെ കാണുന്ന സ്ഥിതിയാണിപ്പോൾ. ഈ ഭാഗത്ത് നാട്ടുകാർ സ്ഥാപിച്ച CCTV-യിൽ വീണ്ടും പുലിയുടെ ദൃശ്യം പതിഞ്ഞു. ഈ മാസം തന്നെ പലതവണ പുലിയെ കണ്ടതായി സ്ഥിരീകരിച്ചു. പുലിയെ സ്ഥിരമായി കണ്ടതോടെ ഭീതിയിലാണ് ഇവിടത്തെ നാട്ടുകാർ. നജീബ് കാന്തപുരം MLA സ്ഥലം സന്ദർശിച്ചു. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും സ്ഥലത്തെത്തിയിരുന്നു. പുലിയെ പിടികൂടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. നമുക്കറിയാം, ഇപ്പോൾ കടുവയുടെ ആക്രമണത്തെ തുടർന്നുണ്ടായ മരണവും അതിനുശേഷം ഫോറസ്റ്റ് ഓഫീസേഴ്സ് എല്ലാവരും വലിയൊരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ റേഞ്ച് ഓഫീസർ തന്നെയാണ് ആ ഒരു വലിയ ഹണ്ടിന് നേതൃത്വം കൊടുക്കുന്ന ടീമിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു ഘട്ടമായതുകൊണ്ട്, പക്ഷേ ഇന്നത്തെ ഈ ഒരു സാഹചര്യം വീണ്ടും നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടയിൽ പലതവണയായിട്ട് പുലിയുടെ പാസേജ് നമ്മൾ ക്യാമറയിൽ വന്ന സാഹചര്യത്തിൽ അതിൻ്റെ അതീവ ഗൗരവാവസ്ഥ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് റേഞ്ച് ഓഫീസർ ഇന്ന് നേരിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും വേഗം നമ്മളിപ്പോൾ മുള്ളിയാകുറിശ്ശിയിലേക്ക് മാറ്റിയിട്ടുള്ള നമ്മുടെ കൂട് ഇവിടെ പുനഃസ്ഥാപിക്കും. അതുപോലെ തന്നെ ബാക്കി നമുക്ക് എങ്ങനെ ട്രേസ് ഔട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്ന് റേഞ്ച് ഓഫീസർ ഉറപ്പ് പറഞ്ഞു. മുമ്പ് പുലിയെ കണ്ടപ്പോൾ പിടികൂടാൻ വനംവകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിരുന്നു. എന്നാൽ പുലിയെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. മാട് വഴിയുള്ള യാത്രക്കാർ മുമ്പ് വിവിധ ദിവസങ്ങളിൽ പലതവണ പുലികളെ കണ്ടിട്ടുണ്ട്. വീണ്ടും പുലിയെ കണ്ടതായുള്ള സാഹചര്യത്തിൽ പിടികൂടാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമിച്ച 2 പേർ പോലീസ് പിടിയിൽ. ഒറ്റപ്പാലം സ്വദേശികളായ വിനീഷ്, ഷഹീർ എന്നിവരെയാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിന്റെ ഈസ്റ്റ് ഒറ്റപ്പാലം ശാഖയിലാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 തട്ടിപ്പ് ശ്രമമുണ്ടായത്. 1 പവൻ തൂക്കം വരുന്ന മുക്കിന്റെ വള പണയം വെച്ച് പണം തട്ടാനാണ് ശ്രമം നടന്നത്. ഒറ്റപ്പാലം സ്വദേശികളായ 32 വയസ്സുള്ള വിനീഷ്, 44 വയസ്സുള്ള ഷഹീർ എന്നിവരാണ് തട്ടിപ്പിനിടെ പിടിയിലായത്. പവന് 52,000 രൂപ വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. 48,000 രൂപ പവന് നൽകാമെന്ന് ബാങ്ക് ജീവനക്കാർ പറഞ്ഞു. പിന്നീട് ആഭരണം വാങ്ങി പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് വ്യക്തമായത്. 916 സീലോടുകൂടിയ മുക്കുപണ്ടമാണ് തട്ടിപ്പിനായി ഉപയോഗപ്പെടുത്തിയതെന്ന് ബാങ്ക് ജീവനക്കാർ പറഞ്ഞു. ഉടനെ ഒറ്റപ്പാലം പോലീസിനെ വിവരമറിയിച്ച പ്രതികളെ കൈയോടെ പോലീസിന് കൈമാറുകയായിരുന്നു. ബാങ്ക് ജീവനക്കാരി ശരണ്യയുടെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മണ്ണാർക്കാട് കുമരംപുത്തൂരിൽ ബീവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. 10,000-ലേറെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്ത് ഔട്ട്ലെറ്റ് അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. കുമരംപുത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ, MES കല്ലടി കോളേജ്, MES ഹയർ സെക്കൻഡറി സ്കൂൾ, MES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്താണ് ഔട്ട്ലെറ്റിന് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. കുമരംപുത്തൂർ പഞ്ചായത്തിന്റെ സമീപത്താണ് കെട്ടിടം. നിരന്തരം അപകടമുണ്ടാകുന്ന കുമരംപുത്തൂരിലെ വളവിന് സമീപത്ത് ദേശീയപാതയോട് ചേർന്നുള്ള കെട്ടിടമാണ് ഔട്ട്ലെറ്റിനായി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് ഔട്ട്ലെറ്റ് തുടങ്ങുന്നത് അപകടം ഉൾപ്പെടെ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് പ്രദേശത്തുകാരുടെ ആശങ്ക. മാത്രമല്ല, 10,000-ലേറെ കുട്ടികൾ വന്നുപോകുന്ന ഇവിടെ മദ്യഷോപ്പ് തുടങ്ങുന്നത് കുട്ടികളെ മദ്യത്തിലേക്ക് തള്ളിവിടുമെന്നും നാട്ടുകാർ പറയുന്നു. എന്ത് വില കൊടുത്തും ഇവിടെ ഔട്ട്ലെറ്റ് തുടങ്ങുന്നത് തടയുമെന്ന് രക്ഷിതാക്കളും നാട്ടുകാരും പറഞ്ഞു. ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഔട്ട്ലെറ്റ് അനുവദിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ പറഞ്ഞു. നാട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ചു മുന്നോട്ടു പോയാൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടെയുള്ളവരെ അണിനിരത്തി പ്രക്ഷോഭം നടത്തുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പറഞ്ഞു. മണ്ണാർക്കാടുള്ള ബീവറേജ് ഔട്ട്ലെറ്റ് കുമരംപുത്തൂർ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത് കല്ലടി സ്കൂളിൻ്റെയൊക്കെ അടുത്തേക്ക് വരിക എന്നുള്ളത് അറിയാൻ സാധിച്ചു. നമുക്ക് ഒരു കാര്യമാണ് അതിൽ പറയാനുള്ളത്. മണ്ണാർക്കാടിനെ സംബന്ധിച്ചോളം കേരളത്തിൽ തന്നെ ഏറ്റവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സ്ഥലമാണത് കുമരംപുത്തൂർ. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ വന്ന് MES കല്ലടി കോളേജ് ആയാലും അതുപോലെ തന്നെ കല്ലടി കോളേജിൻ്റെ MESൻ്റെ ഹയർ സെക്കൻഡറി ആയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ കല്ലടി ഹയർ സെക്കൻഡറി ആയിട്ടുണ്ടെങ്കിൽ കല്ലടി ഇംഗ്ലീഷ് മീഡിയം ആയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ പഞ്ചായത്തിനോട് തൊട്ട് കിടക്കുന്ന AUP സ്കൂളുകൾ, 2 LP സ്കൂളും 1 AUP സ്കൂളും, അങ്ങനെ 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് അവിടെ വന്ന് ബസ് ഇറങ്ങി പഠനം നടത്തി പോകാറുള്ളത്. ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഇടയിൽ ഒരു ബീവറേജിൻ്റെ ഔട്ട്ലെറ്റ് ഗവൺമെൻറ് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിന് ശക്തമായ പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നുണ്ട്. അത് ഗവൺമെൻറ് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ സ്കൂളുകളെയും കോളേജുകളെയും കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഈ പ്രദേശത്ത് ആ ഔട്ട്ലെറ്റിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കറിയാം, ഈ പറയപ്പെടുന്ന സ്ഥലം ഏത് സമയവും വാഹനങ്ങൾ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നതും അതുപോലെ തന്നെ അപകട മേഖലയുമാണ്. വളരെ നല്ല ഒരു വളവില്ല സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലം. മാത്രമല്ല, നിങ്ങൾക്കറിയാം, വിദ്യാർത്ഥികൾക്കൊക്കെ സ്കൂൾ വിടുന്ന സമയത്തൊക്കെ 1000-കണക്കിന് വിദ്യാർത്ഥികൾ വരുമ്പോൾ മണിക്കൂറുകളോളം അവിടെ വാഹനങ്ങൾ ഗതാഗതം തടസ്സപ്പെടുത്താറുണ്ട്. എന്തുദ്ദേശത്തിലാണ് ഇവരിത് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതാണെങ്കിലും അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ മുന്നോട്ട് പോയാൽ ശക്തമായ തിരിച്ചടി അതിൽ നേരിടേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒറ്റപ്പാലത്ത് മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവാക്കൾ അറസ്റ്റിൽ. ചുനങ്ങാട് മലപ്പുറം സ്വദേശി ഷുഹൈബ്, മായന്നൂർ സ്വദേശി മുഹമ്മദ് ഷമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 8 ഗ്രാമിലധികം MDMA പിടികൂടി. ബുധനാഴ്ച രാത്രി 7:30-യോടെ സബ് ഇൻസ്പെക്ടർ M സുനിലും സംഘവും പെട്രോളിംഗ് നടത്തുന്നതിനിടെ ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് മംഗലം മുരുക്കുംപറ്റ റോഡിൽ വെച്ച് പ്രതികൾ സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. ചുനങ്ങാട് മലപ്പുറം തോട്ടിങ്ങൽ വീട്ടിൽ 33-കാരനായ ഷുഹൈബ്, മായന്നൂർ പാലത്തിങ്കൽ വീട്ടിൽ 25-കാരനായ മുഹമ്മദ് ഷമാർ എന്നിവരെയാണ്
ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കാറിന്റെ ഡാഷ്ബോർഡിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മാരക മയക്കുമരുന്നായ MDMA കണ്ടെടുത്തത്. കോയമ്പത്തൂരിൽ നിന്നുമാണ് മയക്കുമരുന്ന് കൊണ്ടുവരുന്നതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. മയക്കുമരുന്നിനായി ഒറ്റപ്പാലം 19 മൈൽ സ്വദേശി ഷാരൂഖ് പണം നൽകിയതായും പ്രതികൾ മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒറ്റപ്പാലം SHO A അജീഷ്, SI M സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 77.81% വിജയം. 30,145 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. 3,70,642 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 2,88,394 പേർ ഉപരിപഠനത്തിന് യോഗ്യരായി. സർക്കാർ സ്കൂളുകളിൽ 73.23% വിജയം. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയശതമാനം കുറഞ്ഞു. കഴിഞ്ഞ വർഷം 78.69% വിജയം. 30,145 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. സയൻസ് ഗ്രൂപ്പിൽ 83.25%, ഹ്യൂമാനിറ്റീസിൽ 69.16%, കൊമേഴ്സിൽ 74.21% വിജയം. ജൂൺ 21 മുതൽ 27 വരെ പരീക്ഷകൾ നടക്കും. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഇന്ത്യയെ സമ്പൂർണ്ണമായ ജനാധിപത്യ രാഷ്ട്രമാക്കാനുള്ള ആശയം അട്ടിമറിച്ചത് കോൺഗ്രസ് പാർട്ടിയെന്ന് ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് MLA. യുവ ജനതാദൾ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഒറ്റപ്പാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമ്പാദന കാലത്ത് മഹാത്മാഗാന്ധി സമരകാലഘട്ടത്തിൽ സമ്പാദിച്ചതിന് ശേഷവും ഗാന്ധി നൽകിയ സന്ദേശം ഇന്ത്യയിൽ ഹിന്ദു, മുസൽമാനും ക്രിസ്ത്യാനിയും ഒരമ്പവറ്റ മക്കളെ പോലെ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. അതിനാവശ്യമായ തരത്തിൽ ആലോചനകൾ ഉണ്ടാവുകയും ജനങ്ങൾ ആ മഹത്തായ ആദർശത്തെ സ്വീകരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഭരണഘടന രൂപപ്പെട്ടപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യമായി മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെ താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന നടപടികളുണ്ടായി, നിലപാടുകളുണ്ടായി. വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി ബാബരി മസ്ജിദ് അടക്കം അത് രാമജന്മഭൂമി തുറന്നു കൊടുത്ത രാജീവ് ഗാന്ധിയാണ്. ബാബരി മസ്ജിദ് പൊളിക്കാൻ സാധ്യതയുണ്ട് നരസിംഹറാവുവിന്റെ കാലത്താണ് അടക്കം. അപ്പോ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ രൂപപ്പെട്ട് സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം ഭരണഘടന എഴുതി വെച്ച ഉദാത്തമായ മൂല്യങ്ങൾ വിലയിരുത്തപ്പെടുന്നു. എന്തിനു വേണ്ടി? വ്യതിചലിച്ച നയങ്ങൾ രാജ്യത്ത് നടപ്പാക്കുന്നതിൽ ചില പ്രയോജനങ്ങൾ ഭരണനിർവഹണം നടത്തുന്ന ആളുകൾക്കുണ്ടായി എന്നതുകൊണ്ടാണ്. തിരുത്തേണ്ടത് തിരുത്താനുള്ള ആർജവം യുവജന സംഘടനകൾ പ്രകടിപ്പിച്ചില്ലെങ്കിൽ നാളത്തെ ഭാരതം വലിയ അപകടത്തിലേക്ക് പോകുമെന്നും മാത്യു ടി തോമസ് പറഞ്ഞു. ചൂഷണത്തിന് വിധേയരാക്കരുത് എന്ന വലിയ സന്ദേശമാണ് സ്വാതന്ത്ര്യ സമരകാലത്തിൽ രൂപപ്പെട്ടത്. ഇന്ന് ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ വിഭവങ്ങളെ മൾട്ടിനാഷണൽ കമ്പനികൾ, അന്താരാഷ്ട്ര സ്വത്തുക്കൾ, മൂലധന ശക്തികൾ ചൂഷണം ചെയ്തെടുത്തുകൊണ്ടുപോയി അവയെ അസംസ്കൃത പദാർത്ഥങ്ങളാക്കി രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ വിപണിയിൽ കൊണ്ടുവന്ന് ജനങ്ങൾ കഴിയുന്നു. അതിനനുകൂലമായി നിലപാടുകൾ എടുത്തു കൊടുക്കുകയും നടപടികൾ സ്വീകരിക്കുകയും അനുകൂലമായി ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ഭരണകൂടങ്ങൾ, അത് കോൺഗ്രസിൻ്റെതാണെങ്കിലും BJPയുടേതാണെങ്കിലും, ഞാൻ അവിടെയാണ് പറഞ്ഞത്, ലക്ഷ്യം വളർന്നിരിക്കുന്നു. ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള പരിപാടികളിലേക്ക് ദർശനമില്ലാത്തൊരു രാഷ്ട്രീയ മുന്നേറ്റവും പ്രവർത്തനവും ഭരണനിർവഹണവും ആത്യന്തികമായി ഒരു ജനതയും ഒരു നാടിനെയും തകർത്തുന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അത് മതേതരത്വത്തിന്റെ കാര്യത്തിൽ തന്നെയാണ്. യുവജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി മഹേഷ് അധ്യക്ഷനായി. മന്ത്രി കെ കൃഷ്ണൻകുട്ടി, ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സാബു ജോർജ്, കെ ദിവാകരൻ, അഡ്വക്കേറ്റ് വി മുരുകദാസ്,
പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KR ഗോപിനാഥ്, യുവജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ P നൌഫൽ, വിപിൻ ചന്ദ്രൻ, ഷാനവാസ് മുളവുകാട്, സംസ്ഥാന ട്രഷറർ രതീഷ് G പാപ്പനംകോട്, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് വിജീഷ് കണ്ണിക്കണ്ടത്ത്, നിയോജകമണ്ഡലം പ്രസിഡന്റ് CV രമേശ് എന്നിവർ സംസാരിച്ചു. മണ്ണാർക്കാട് കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹെഡ് ക്ലർക്കിനെ അധിക്ഷേപിച്ച സ്ഥിരം സമിതി അധ്യക്ഷൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. ജാതിയുടെ പേരിൽ ഉദ്യോഗസ്ഥനെ എന്നല്ല ഒരാളെയും വേർതിരിച്ചു കാണാൻ ഇടതുമുന്നണി അനുവദിക്കില്ലെന്ന് സമരക്കാർ പറഞ്ഞു. ഒരു സ്ഥാപനത്തിൽ നിന്ന് തൊഴിൽ നികുതി വാങ്ങുന്നതിനെതിരെ തന്നെ അധിക്ഷേപിച്ചുവെന്ന് കാണിച്ച് ഹെഡ് ക്ലർക്ക് C പ്രകാശ് കുമാർ മണ്ണാർക്കാട് പോലീസിന് പരാതി നൽകിയിരുന്നു. പഞ്ചായത്ത് ഭരണം സ്വന്തം സാമ്രാജ്യം വികസിപ്പിക്കാനാണ് സഹദ് ഉപയോഗിക്കുന്നതെന്ന് അധ്യക്ഷത വഹിച്ച CPM ലോക്കൽ സെക്രട്ടറി ഐലക്കര മുഹമ്മദ് അലി പറഞ്ഞു. നിങ്ങൾ 1.5 മാസം മുമ്പ് 50,000-ത്തിലധികം വരുന്ന രൂപ കൈക്കൂലി ഇദ്ദേഹം വാങ്ങി നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് വെള്ളരിക്കപ്പെട്ടനല്ല. പ്രിയപ്പെട്ട ലീഗുകാരെ, കോൺഗ്രസ്സുകാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ കാലം മറന്നു പോകരുത്. 4 വർഷങ്ങൾക്ക് മുമ്പ്, 4.5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ UDF-നെ മുഴുവൻ പ്രതിസന്ധിയിലാക്കി അവസാന നിമിഷം വരെ മുൾമുനയിൽ നിർത്തി ഒരു വാർഡിൽ നിന്ന് അദ്ദേഹത്തിന്റെ സമ്പത്ത് ഉപയോഗപ്പെടുത്തി ജയിച്ചു വന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ്സും സാമ്രാജ്യവും വികസിപ്പിക്കാൻ വേണ്ടിയാ. ഇതിന്റെ ചളി നിങ്ങൾ ഏറ്റെടുക്കരുത്. ഇന്നലെ ഒരു കോൺഗ്രസിന്റെ നേതാവ് UDF-ന്റെ ഗ്രൂപ്പിൽ ഇദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് വലിയ മെസ്സേജ് ഇടുക. ഇതൊക്കെ കോൺഗ്രസ്സുകാർ ചോർത്തി തരുന്നുണ്ട്. ലീഗുകാർ, നല്ല ലീഗുകാരുണ്ട്, നല്ല ലീഗിന്റെ മെമ്പർമാരുണ്ട്, നല്ല കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ഇതിനകത്ത് നല്ല ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ജീവനക്കാർ മുഴുവനും ഈ തമ്മാടിത്തരത്തിന് അനുകൂലമായി നിൽക്കുന്നവരല്ല. പഞ്ചായത്ത് അംഗമായല്ല കരാറുകാരനായാണ് സഹദ് അരിയൂർ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നതെന്നും അഴിമതി അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPI മണ്ഡലം സെക്രട്ടറി AK അബ്ദുൽ അസീസ് പറഞ്ഞു. ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ആര് വന്ന് നോക്കിയാലും കാണാൻ കഴിയും. ഇവിടെ മഴ പെയ്താൽ മുട്ടിനൊപ്പം വെള്ളത്തിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ അടിഭാഗത്തുള്ള പാർക്കിംഗ് ഏരിയ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കുടിവെള്ള സംവിധാനം ആകെ താറുമാറാണ്. കുടിവെള്ള സംവിധാനത്തിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഫോളോ അപ്പ് നടക്കുന്നില്ല. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിയിൽ ഒരാൾക്ക്, ഒരു ഗുണഭോക്താവിന് ഒരു ബില്ല് വന്ന് ആ ബില്ല് കൃത്യമായിട്ട് അടയ്ക്കുന്ന ആളുകൾക്ക് വീണ്ടും ബില്ല് കൊടുക്കുന്ന ആ സംവിധാനം തികച്ചും പരാജയമാണ്. ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവർത്തനമാണ് UDF-ന്റെ ഭരണാധികാരികൾ ഇവിടെ ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ചും കുട പിടിക്കുന്നത് സഹദ് അരിയൂരാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ടാക്സിൻ്റെ കാര്യം, ടാക്സ് അടച്ചവന് വീണ്ടും ടാക്സിന് നോട്ടീസ് ചെയ്യില്ല. സഖാക്കൾക്കൊക്കെ അനുഭവം ഉണ്ടാവും. അത് ടാക്സ് അടച്ച ഒരാൾക്ക് വീണ്ടും ടാക്സിന് നോട്ടീസ് ചെയ്യില്ല. എന്നിട്ട് അവർ ഈ ഓഫീസ് കയറി ഇറങ്ങേണ്ട ഒരു പ്രവണത. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു കരാറുകാരൻ്റെ സമീപനമാണ് സഹദ് അരിയൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ അക്ഷയ കേന്ദ്രത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ജോലി ചെയ്യുന്നത്. ആ ജോലി ചെയ്യേണ്ടതെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ആ അക്ഷയ കേന്ദ്രത്തിലൂടെ മാത്രം വന്നാലേ ഒരുത്തർ ആനുകൂല്യം കിട്ടൂ എന്നുള്ള ഒരു സംവിധാനത്തിലാണ് അക്ഷയ കേന്ദ്രമടക്കം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇത് ഗൗരവമായി കാണും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. വരും കാലങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുമ്പിലേക്കുണ്ടാവും. CPM ഏരിയ കമ്മിറ്റി അംഗം ശ്രീരാജ് വെള്ളപ്പാടം, KV അമീർ, സുരേഷ്, സുകുമാരൻ, രാജീവ് നടക്കാവിൽ എന്നിവർ സംസാരിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽ ആറ്റാശ്ശേരി മുതലമുർക്കൻ കടവ് തൂക്കുപാലം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. റോഡിന്റെ ശോചനീയാവസ്ഥ പലതവണ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടും അവഗണിക്കുകയായിരുന്നെന്നും പ്രദേശവാസികൾ പറഞ്ഞു. കരിമ്പുഴ 17-ാം വാർഡിൽ ആറ്റാശ്ശേരി മുതലമുർക്കൻ കടവ് തൂക്കുപാലം റോഡിന്റെ ഏകദേശം 100 മീറ്റർ ഭാഗം ടാറിങ്ങോ കോൺക്രീറ്റോ ചെയ്യാതെ വളരെ ശോചനീയമായ അവസ്ഥയിലാണുള്ളത്. 50ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തേക്കുള്ള റോഡാണിത്. റോഡിന്റെ തുടക്കം മുതൽ കുറച്ചു ഭാഗം ടാറിങ് ചെയ്യുകയും അവസാന ഭാഗം കുറച്ച് കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്ത സ്ഥിതിയിലാണ് ഇപ്പോൾ. എന്നാൽ ഇടയ്ക്ക് വെച്ചുള്ള 100 മീറ്റർ ഭാഗം കല്ലുകളും ചെളിയും നിറഞ്ഞ് ശോചനീയമായ അവസ്ഥയിലാണ്. മഴക്കാലം അടുത്തിരിക്കെ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുറേ വർഷങ്ങളായി റോഡിൻ്റെ പുനരുദ്ധാരണം നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവർ പോലെ സഞ്ചരിക്കുന്ന ഈ
റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ MLA MP ഫണ്ടോ ഈ ഭാഗത്തേക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് ഇവിടുത്തെ നാട്ടുകാർക്കുള്ള പ്രതീക്ഷ. കുറേ വർഷങ്ങളായി പ്രത്യേകിച്ച് മഴ പെയ്താൽ ഒരു ഭാഗത്തേക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആദ്യം ഒരു തോണിക്കടവിന് ആശ്രയിച്ചിരുന്നതിന് പിന്നീട് തൂക്കുപാലം വന്നതോടുകൂടി ആ തോണിക്കടവും ഇല്ലാതായി. തൂക്കുപാലത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അത് മാത്രമല്ല, ഇവിടുന്ന് അംഗനവാടി, സ്കൂള്, മറ്റ് റേഷൻ കട, ആശുപത്രി, മറ്റെല്ലാ ഭാഗത്തേക്കും പോവുകയാണെങ്കിൽ ഏകം ആശ്രയിക്കുന്ന ഈ റോഡിൽ ഇപ്പോൾ 50ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ഏരിയയിൽ. അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ, ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ പഞ്ചായത്തോ ബ്ലോക്കോ ജില്ലാ പഞ്ചായത്തോ MLA MP ഏത് ഫണ്ടിൽ നിന്നാണെങ്കിലും ഏത് ഏജൻസിയിൽ നിന്നാണെങ്കിലും യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ ഭാഗത്തേക്ക് ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി വളരെ മോശമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇടപെട്ട് ഇത് ഒരു പുനരുദ്ധാരണം നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരുടെ അതിശക്തമായ ഒരു ആവശ്യം. ഏകദേശം 15 വർഷത്തോളമായി ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണെന്നും പലതവണ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വിവരങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും ആരും തന്നെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണുള്ളതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ബ്ലോക്കിൽ നിന്നും മെമ്പർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ വന്ന് അളക്കുകയും എന്നാൽ 6 മീറ്റർ വീതി ഉണ്ടെങ്കിൽ മാത്രമേ ബ്ലോക്ക് പഞ്ചായത്തിന് ഫണ്ട് വയ്ക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തുവെന്നാണ് ഇവർ പറയുന്നത്. ബ്ലോക്കിൽ നിന്ന് ഇവിടെ റോഡ് അളക്കാൻ വന്ന സമയത്ത് 6 മീറ്റർ വീതി ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി. ഇനിയിപ്പോൾ പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പഞ്ചായത്തിൽ ഈ സമയം വരെ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരൊന്നും തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. ഈ റോഡ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത പല റോഡും അവർ നേരെയാക്കിയിട്ടുണ്ട്. അപ്പോഴും ഈ ഒരു റോഡ് മാത്രം അവർ ശ്രദ്ധിച്ചിട്ടില്ല. കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിൽ അലനല്ലൂർ അത്താണിപ്പടിയിലെ ബ്ലൈൻഡ് സ്പോട്ട് വാഹനങ്ങൾക്ക് അപകടക്കേണിയാകുന്നു. കഴിഞ്ഞ ദിവസം കാറും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ചതിൻ്റെ കാരണവും റോഡിലെ കാഴ്ചക്കുറവ് കാരണമെന്ന് ദൃക്സാക്ഷികൾ. മലയോര ഹൈവേയായി സംസ്ഥാനപാത മാറ്റുമ്പോൾ വിഷയത്തിന് പരിഹാരം കാണണമെന്ന് മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് ഭാഗത്തു നിന്നും വരുമ്പോൾ കുത്തനെയുള്ള കയറ്റമാണ്. എന്നാൽ എതിർദിശയിൽ അലനല്ലൂർ ഭാഗത്തു നിന്നും വരുമ്പോൾ സമാന്തരവുമാണ്. ഈ കാരണത്താൽ നേർക്കുനേർ വരുന്ന വാഹനങ്ങൾ തൊട്ടടുത്തെത്തിയാൽ മാത്രമേ കാണാൻ കഴിയൂ. ഇരുദിശകളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുമുണ്ട്. ആളെ ഇറക്കാനും കയറ്റാനും നിൽക്കുമ്പോൾ ബസിന്റെ പിറകിൽ വരുന്ന വാഹനങ്ങൾ ബസ്സിനെ മറികടക്കുമ്പോഴാവും പൊടുന്നനെ എതിർദിശയിൽ നിന്നും വാഹനങ്ങൾ വരുന്നത്. ഈ രീതിയിൽ നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ ദിവസം കാറും ഓട്ടോറിക്ഷയും തമ്മിൽ ഉണ്ടായ അപകടത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ ബ്ലൈൻഡ് സ്പോട്ടാണെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. സംസ്ഥാനപാത മലയോര ഹൈവേയായി പരിണമിക്കുമ്പോൾ കയറ്റം വെട്ടിക്കുറച്ച് വാഹനങ്ങൾ പരസ്പരം കാണുന്ന രീതിയിൽ നിർമ്മിക്കണമെന്ന് മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ നമ്മളെ പുറകിലുള്ള ഓട്ടോറിക്ഷയും കാറും കൂട്ടിമുട്ടി തലനാരിഴക്കാണ് ആ ഓട്ടോറിക്ഷ ഡ്രൈവർ രക്ഷപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ മനുഷ്യജീവന് വില കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭേദഗതി ഇവിടെ ആവശ്യമാണ്. പ്രിയപ്പെട്ട MLAക്കും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും എഞ്ചിനീയേഴ്സിനും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വാഹനങ്ങൾ തൊട്ടടുത്ത് വന്ന് എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തൊട്ടടുത്ത് വരുമ്പോഴാണ് കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ റോഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കട്ട് ചെയ്ത് കൃത്യമായി റോഡിൻ്റെ പ്രവൃത്തി നടത്തിയാൽ മാത്രമേ ഇവിടുത്തെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഇത് സംബന്ധിച്ച് എൻ ഷംസുദ്ദീൻ MLAയും വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചിരുന്നു. ഈസ്റ്റൊറ്റപ്പാലം തോടിന് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന്റെ പൈലിംഗ് പ്രവൃത്തികൾക്ക് ശനിയാഴ്ച തുടക്കമാകും. നിർമ്മാണ പ്രവൃത്തി വിലയിരുത്താൻ കെ പ്രേംകുമാർ MLAയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. 8 പൈലിംഗാണ് നിർമ്മാണത്തിന്റെ ഭാഗമായി നടത്തുന്നത്. 1 മാസം കൊണ്ട് പൈലിംഗ് പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് നിർമ്മാണ ചുമതല വഹിക്കുന്ന സെൽമെക് എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ പ്രതിനിധികൾ അറിയിച്ചു. കാലവർഷം നേരത്തെ വന്നതിനാൽ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തോട്ടിൽ നിക്ഷേപിച്ച മണ്ണും മണലും ഉൾപ്പെടെയുള്ള സാമഗ്രികൾ നീക്കം ചെയ്യാനും MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പാലത്തിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുമെന്ന് MLA അറിയിച്ചു. ഒറ്റപ്പാലത്തെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമെന്ന നിലയിൽ ദീർഘകാലമായിട്ടുള്ള നമ്മുടെ നാടിൻ്റെ തന്നെ സ്വപ്നമാണ് ഈസ്റ്റൊറ്റപ്പാലത്തെ പാലം. പാലത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിവേഗതയിൽ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ തുടർച്ചയിൽ 24-ാം തീയതി മെയ് 24 മറ്റന്നാൾ പൈലിംഗ് പ്രവൃത്തി ആരംഭിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഇത്തവണ കാലവർഷം നേരത്തെ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെയ് അവസാനമാകുന്നതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും പാലം പണിയുടെ ഭാഗമായിട്ട് തോടിൽ കുറച്ച് മണ്ണും മണലും എല്ലാം ഉണ്ട്.
അത് അടിയന്തരമായി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എയും കരാറെടുത്ത കമ്പനിയുടെ പ്രതിനിധിയും എല്ലാം ഇവിടെയുണ്ട്. അടിയന്തരമായി അത് മാറ്റും. അടിസ്ഥാനപരമായ പ്രശ്നം ഭാരതപ്പുഴയോട് ഏതാണ്ട് അതേ ലെവലിലോ താഴ്ന്ന ലെവലിലോ ആണ് കിഴക്കേ തോട് എന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പുഴയിൽ നിന്ന് മണ്ണും മണലുമൊക്കെ മാറ്റിയാലും ശാശ്വതമായി നല്ല മഴ പെയ്ത് ഭാരതപ്പുഴ നിറഞ്ഞു കവിയുന്ന സാഹചര്യം വന്നാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് എന്നത് ഇതിൻ്റെ ഭാഗമായി മനസ്സിലാക്കുകയാണ്. എന്തായാലും പാലം പണിയുടെ ഭാഗമായി വെള്ളത്തിൻ്റെ പ്രകൃതിയാലുള്ള ഒഴുക്ക്, നാച്ചുറൽ ഫ്ലോ തടസ്സപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1 മാസത്തിനകം പാലത്തിൻ്റെ ഇരു കരകളിലുമുള്ള പൈലിംഗ് പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് എഞ്ചിനീയറിംഗ് വിഭാഗവും പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ള കമ്പനിയുടെ പ്രതിനിധികളും ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിവേഗതയിൽ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച് നമുക്ക് നല്ല നിലയിൽ കേരളത്തിലാകെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയിൽ ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിൻ്റെ പണിയും നമുക്ക് പൂർത്തീകരിക്കാനാകും. തൂണുകളുടെ നിർമ്മാണ പ്രവൃത്തികളുടെ പ്രാരംഭ നടപടികൾ കഴിഞ്ഞു. ഇതിനുവേണ്ടി പൈലിംഗ് നടത്തുന്നതിനാവശ്യമായ കോൺക്രീറ്റ് കമ്പികൾ തയ്യാറാക്കുന്ന പണികൾ കഴിഞ്ഞു. പാലത്തിന്റെ പ്രധാന സ്പാൻ വരുന്നത് തോടിന്റെ മധ്യത്തിലാണ്. ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിന് സമീപത്ത് തോടിന് കുറുകെ 5.08 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. 3 സ്പാനോട് കൂടി 50 മീറ്റർ നീളമുള്ള പാലത്തിന് നടപ്പാതയടക്കം 9 മീറ്റർ വീതിയുണ്ടാകും. 1.2 മീറ്റർ നടപ്പാതയുമുണ്ടാകും. പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി 125 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കും. നിലവിലെ പാലത്തിന്റെ വടക്കു ഭാഗത്തുള്ള 2 സ്മാരകങ്ങളെയും ബാധിക്കാത്ത വിധത്തിലാണ് പാലം നിർമ്മിക്കാൻ പദ്ധതിയിട്ടിട്ടുള്ളത്. പഴയ പാലവും അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതത്തിന് തുടർന്നും വിനിയോഗിക്കും. കണ്ണിയമ്പുറം പാലം മാതൃകയിൽ ഇരുവശങ്ങളിലേക്കും സഞ്ചരിക്കാവുന്ന വിധത്തിൽ ഓരോ പാലങ്ങൾ ഉപയോഗിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. പാലക്കാട് കുളപ്പള്ളി പാതയിൽ ഇടുങ്ങിയ പാലമാണ് ഈസ്റ്റ് ഒറ്റപ്പാലത്ത് സ്ഥിതി ചെയ്യുന്നത്. നിർധനരായ 5 യുവതികൾക്ക് മംഗല്യ സൗഭാഗ്യമൊരുക്കി കുവൈത്ത് KMCC പാലക്കാട് ജില്ലാ കമ്മിറ്റി. വല്ലപ്പുഴ യത്തീംഖാന ഓഡിറ്റോറിയത്തിൽ നടന്ന സമൂഹ വിവാഹത്തിൽ മത, രാഷ്ട്രീയ, സാമൂഹ്യ രംഗത്തെ പ്രമുഖർ സന്നിഹിതരായി. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 5 യുവതികൾക്കാണ് കുവൈത്ത് KMCC പാലക്കാട് ജില്ലാ കമ്മിറ്റി മംഗല്യ സൗഭാഗ്യമൊരുക്കിയത്. കുവൈത്ത് KMCC നടത്തിവരുന്ന ഒരുക്കം 2024-2025 പ്രോഗ്രാമിന്റെ ഭാഗമായി കൂടിയായിരുന്നു സമൂഹ വിവാഹം. ഇതര മതസ്ഥരിൽപ്പെട്ട ഒരാൾ ഉൾപ്പെടെയാണ് 5 യുവതികൾ വ്യാഴാഴ്ച മംഗല്യവതികളായത്. വല്ലപ്പുഴ യത്തീംഖാന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങുകൾക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും നെല്ലായ MP കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാറും നേതൃത്വം നൽകി. നേതാക്കളായ CMA കരീം, മരിക്കാർ മാരായമംഗലം, VK ശ്രീകണ്ഠൻ MP, N ഷംസുദ്ദീൻ MLA, റിയാസ് മുക്കോളി തുടങ്ങിയവരും മറ്റ് മത, രാഷ്ട്രീയ, സാമൂഹ്യ രംഗത്തെ പ്രമുഖരും കുവൈത്ത് KMCC ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്ത് പല ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. ആ ചാരിറ്റി പ്രവർത്തനത്തിൽ നിന്ന് ആവേശപ്പെട്ട ഞങ്ങളുടെ പ്രവർത്തകന്മാർ വിദേശത്ത് പോകുമ്പോൾ മറ്റുള്ള ആളുകളൊക്കെ ജോലി, റൂം, ജോലി, എയർപോർട്ട്, നാട് എന്ന ചിന്തയിൽ നിന്ന് മാറി ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ പ്രതികൂല സാഹചര്യങ്ങളോട് വന്നിട്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കിട്ടുന്ന നേരിയ സമയം പോലും ഉപയോഗപ്പെടുത്തി അവരവരുടെ ആവശ്യത്തിന് ഒരുത്തന്റെ മുന്നിൽ ഒരു കാലിച്ചായയുടെ കൈ കിട്ടാത്ത ഞങ്ങളുടെ സഹോദരന്മാർ മറ്റുള്ളവരുടെ വിചാരങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി റൂമാന്തരം കയറി അവരെ യാചിച്ച് ഒരു പരിധിവരെ യാചകരായി അവർ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും ചെറുതായി കാണാൻ വേണ്ടി കഴിയില്ല. വളരെ അനുഗ്രഹീതമായ ഒരു ചടങ്ങാണ്. വിവാഹ കർമ്മം തന്നെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന അനുഗ്രഹീതമായ ചടങ്ങാണ്. ഇവിടെ ഒരേ സമയം 5 പെൺകുട്ടികൾ വിവാഹ മണ്ഡപത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കുവൈത്ത് KMCC അവസരമൊരുക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ 5 കുട്ടികളുടെ കല്യാണത്തിനാണ് നമ്മൾ ഇന്ന് എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത്. അതിന് കാർമികത്വം നൽകാൻ 3000-ഓളം പേർ പങ്കെടുത്ത സമൂഹ വിവാഹത്തിൽ എല്ലാവർക്കും ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ KMCC ഒരുക്കിയിരുന്നു. ഈ സതുദ്യമത്തിനു വേണ്ടി KMCC-യുമായി സഹകരിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി.
മറ്റു വാർത്തകൾ നോക്കാം. ഇഫ എക്സോട്ടിക് ഇൻ്റർനാഷണൽ ഫുട്ബോൾ അക്കാദമിയും കരിങ്കലത്താണി സെയ്ക്കോ ടർഫും ചേർന്ന് സംഘടിപ്പിക്കുന്ന 11 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെൻറ്റ് 24-ന് സെയ്ക്കോ ടർഫിൽ നടത്തും. കേരള ബ്ലാസ്റ്റേഴ്സ് അണ്ടർ 11 കാറ്റഗറിയിൽപ്പെട്ട ടീം ഉൾപ്പെടെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 12 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇഫ സെയ്ക്കോ സൂപ്പർ കപ്പ് എന്ന പേരിൽ സംസ്ഥാനതല ടൂർണമെന്റാണ് സംഘടിപ്പിക്കുന്നത്. വിന്നേഴ്സിന് 10,000 രൂപയാണ് പ്രൈസ് മണി. റണ്ണറപ്പിന് 5,000 രൂപയും സെക്കൻഡ് റണ്ണറപ്പിന് 3,000 രൂപയുമാണ് പ്രൈസ് മണി. പ്യൂർ കം ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ, ലൂസേഴ്സ് ഫൈനൽ എന്നിങ്ങനെയാണ് ടൂർണമെന്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ടീം രജിസ്ട്രേഷൻ ഇതിനകം പൂർത്തിയായി. 2020 സൈക്കോ ഫുട്ബോൾ ക്രിക്കറ്റ് ടർഫ് കരിയത്താണിയിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന 4-5 പേര് അതിനുള്ളൊരു സ്പോർട്സിനോടുള്ള താല്പര്യം, ഒപ്പം വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് പ്രോത്സാഹനം ചെയ്യാൻ കൂടിയാണ് ഇത് കൊമേഴ്ഷ്യൽ രീതിയിൽ അല്ലെങ്കിൽ തന്നെ ഈ രീതിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മനസ്സിലുണ്ടായിരുന്നത് വലിയൊരു അക്കാഡമി കൊടുത്തുയർത്തുകയാണ്, പ്രത്യേകിച്ച് ഈ കായിക രംഗത്ത്, ഫുട്ബോൾ രംഗത്ത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നാട്ടിൽ കണ്ടുവരുന്ന ഈ ലഹരിക്ക് എതിരെ പോരാടാൻ ഏറ്റവും കൂടുതൽ ഉതകുന്നത് ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ തന്നെയാണ്. അപ്പോൾ അവർക്ക് പ്രചോദനം ചെയ്യാൻ കൂടിയാണ് ഈ ഒരു അക്കാഡമിയിലേക്ക് എത്തിപ്പെടാൻ ഞങ്ങളുടെ ഒരു ആശയം മനസ്സിലുണ്ടായത്. അങ്ങനെ പല അക്കാഡമിയെ പറ്റി ഞങ്ങൾ സ്റ്റഡി ചെയ്തു. പക്ഷേ അതിന് നമുക്ക് ഏറ്റവും ഉരുത്തിരിഞ്ഞത് ഇവിടെ നൗഷാദ് പ്രതിനിധാനം ചെയ്യുന്ന ഇഫ അക്കാഡമി, അതിന് രൂപം നൽകിയ ഡയറക്ടറാണ് നൗഷാദ് സാറ്. ആ ഒരു അക്കാഡമിയാണ് ഇന്ന് കേരളത്തിൽ ഉടനീളം പടർന്ന് പല സെൻ്ററുകളും ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് പ്രചോദനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമുക്ക് ലഹരി വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും, ഫുട്ബോൾ ഫെസ്റ്റ്, പാരൻസ് മീറ്റ്, അതുപോലുള്ള ടൂർണമെൻറ്റുകളും ക്യാമ്പയിൻ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പന്തുകളി എന്നതിലപ്പുറം യുവതലമുറയെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ടൂർണമെന്റുകളും ഫുട്ബോൾ കോച്ചിങ്ങുകളും നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ടീമുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ടൂർണമെന്റിനെ പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും വളരെ ചെറുപ്രായത്തിലുള്ള കുരുന്നുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു ടൂർണമെൻറ്റിൻ്റെ അനുഭവം ഉണ്ടാവുക. 10,000 രൂപ വിന്നേഴ്സിനും, 5,000 രൂപ റണ്ണേഴ്സിനും, സെക്കൻഡ് റണ്ണറിന് 3,000 രൂപയും നൽകി ഇഫ സെയ്ക്കോ സൂപ്പർ കപ്പ് എന്ന നാമധേയത്തിൽ കരിങ്കലത്താണി സെയ്ക്കോ ടർഫിൽ വരുന്ന 24-ാം തീയതി ടൂർണമെൻറ്റ് നടക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അണ്ടർ 11 കാറ്റഗറിയിൽപ്പെട്ട ടീമടക്കം, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ നിന്നും, കോഴിക്കോട് ജില്ലയിൽ നിന്നും, മലപ്പുറം ജില്ലയിലെ വ്യത്യസ്ത അക്കാഡമികളും പങ്കെടുക്കുന്ന, പാലക്കാട് നിന്നും പങ്കെടുക്കുന്ന 12 ടീമുകളാണ് ഈ ടൂർണമെൻറ്റിൽ മാറ്റിയിരിക്കുന്നത്. ഇഫ അക്കാദമി സ്ഥാപകൻ നൌഷാദ്, സെയ്ക്കോ ടർഫ് ചെയർമാൻ KP അഷ്റഫ്, വൈസ് ചെയർമാൻ ഉണ്ണീൻ പൊന്നയത്ത്, ഡയറക്ടർ KK ഫറൂഖ്, ഇഫ അക്കാദമിക് കോച്ച് റിഷാദ് റഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുറഞ്ഞ വിലയിൽ പഠനോപകരണങ്ങൾ ലഭ്യമാക്കി അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സ്കൂൾ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. അലനല്ലൂരിൽ ബാങ്ക് ഹെഡ് ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ച മാർക്കറ്റ് ബാങ്ക് പ്രസിഡന്റ് PPK മുഹമ്മദ് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ വകുപ്പിന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും സഹായത്തോടെ അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഇത്തവണയും സ്കൂൾ മാർക്കറ്റ് തുറന്നു. മാർക്കറ്റ് വിലയേക്കാൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എല്ലാ പഠനോപകരണങ്ങളും ഇവിടെയുണ്ട്. അലനല്ലൂരിൽ ബാങ്ക് ഹെഡ് ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ച മാർക്കറ്റ് ബാങ്ക് പ്രസിഡന്റ് PPK മുഹമ്മദ് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി P ശ്രീനിവാസൻ അധ്യക്ഷനായി. MP സുരേഷ്, രവീന്ദ്രനാഥ്, മുസ്തഫ, കുഞ്ഞൻ, റഫീഖ്, P നജീബ്, അമീൻ മഠത്തൊടി തുടങ്ങിയവർ പങ്കെടുത്തു. ജൂൺ മാസം ആദ്യവാരം വരെ ചന്ത പ്രവർത്തിക്കും. കോൺഗ്രസ് ആലിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധിയുടെ 35-ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. DCC അംഗം TP മോഹൻദാസ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ആനമങ്ങാട്ടെ ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് രാജീവ് ഗാന്ധിയുടെ 35-ാം രക്തസാക്ഷിത്വ ദിനാചരണ പരിപാടികൾ നടന്നത്. അനുസ്മരണ യോഗം DCC മെമ്പർ TP മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CK അൻവർ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗം PK കുഞ്ഞാപ്പു പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. INTUC ജില്ലാ സെക്രട്ടറി CK അബ്ദുൾ റഫീഖ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഉസൈൻ പാറൽ, ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PT ശങ്കരൻ, DKTF മണ്ഡലം പ്രസിഡന്റ് സാലി കുന്നത്ത്, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് M രാമനുണ്ണി, K ഹരിദാസൻ നായർ, T മൊയ്തീൻകുട്ടി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം.
പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനം വിവിധ മേഖലകളിൽ പുരോഗതി കൈവരിച്ചെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഹായിക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ടായിട്ട് പോലും ചെയ്തില്ല. ലഭിക്കേണ്ടിയിരുന്ന സഹായങ്ങൾ തടസ്സപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി. നരഭോജി കടുവയെ പിടികൂടാൻ വനംവകുപ്പ് അനാസ്ഥ കാണിക്കുന്നുവെന്നാരോപിച്ച് കരുവാരക്കുണ്ടിൽ വാഹനം തടഞ്ഞ് നാട്ടുകാരുടെ പ്രതിഷേധം. 1 മണിക്കൂറിലധികം നേരം പ്രദേശത്ത് സംഘർഷാവസ്ഥയുണ്ടായി. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങി. പുലിയെ പിടികൂടാൻ നടപടി സ്വീകരിക്കണമെന്ന് നജീബ് കാന്തപുരം MLA. ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമം. 2 പേർ അറസ്റ്റിൽ. ഒറ്റപ്പാലം സ്വദേശികളായ വിനേഷ്, ഷഹീർ എന്നിവരാണ് അറസ്റ്റിലായത്. മണ്ണാർക്കാട് കുമരംപുത്തൂരിൽ ബീവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സ്ഥലത്ത് ഔട്ട്ലെറ്റ് തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. ഒറ്റപ്പാലത്ത് പോലീസിന്റെ മയക്കുമരുന്ന് വേട്ട. MDMAയുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. ചുരങ്ങാട് സ്വദേശി സുഹൈബ്, മായന്നൂർ സ്വദേശി മുഹമ്മദ് ഷമാർ എന്നിവരാണ് അറസ്റ്റിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.